നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കേവലം പെരുന്നാളിന് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ തീരുന്നതല്ല. ഏതെങ്കിലും ഒരു കൈമണി അവരുടെ കയ്യിലേക്ക് കൊടുത്ത് എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്. മറിച്ച് അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ സ്വർഗമാണ്. അവർക്ക് നന്മ ചെയ്താൽ നമുക്ക് സ്വർഗമുണ്ട്. അല്ല, അവരെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ, അവരുടെ കണ്ണ് നിറയുന്ന ഒരു വാക്കെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണെന്നാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ എങ്ങനെ? നമ്മൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഉമ്മാന്റെ കണ്ണ് നിറയുക, നമ്മൾ ചെയ്ത ഒരു കാര്യം കൊണ്ട് നമ്മുടെ വാപ്പാന്റെ കൽബ് പിടയുക എങ്കിൽ അത് മാതാപിതാക്കളെ ഉപദ്രവിക്കലാണെന്നും അത് നരകത്തിലേക്കുള്ള വഴിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെ ചേർത്തു പിടിക്കാൻ, നമ്മുടെ വാപ്പയുടെ നെറ്റിയിൽ മുത്തം കൊടുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയുമോ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുൻഗാമികളിൽപ്പെട്ട ഒരാളായിരുന്നു ഇയാസ് ബിൻ മുആവിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വീടിന്റെ പുറത്തിറങ്ങിക്കൊണ്ടിങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് കരയുന്നു. ഒരാൾ ആ വഴി ഇങ്ങനെ പോയി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇയാസ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, കാനലി ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 വാതിലുകൾ ഉണ്ടായിരുന്നു. ഫൗഗ്ലഖ അഹദുഹുമാ, അതിലൊന്ന് ഇന്ന് രാവിലെ അടക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മി, എന്റെ ഉമ്മ മരിച്ചു, എന്റെ ഉമ്മ മരണപ്പെട്ടു. എനിക്ക് സ്വർഗത്തിലുള്ള ഒരു വാതിലായിരുന്നു അത്, ആ വാതിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കും, നമ്മുടെ ഉമ്മയെ ആ ഒരു നിരക്ക് നമുക്കുള്ള സ്വർഗത്തിന്റെ വാതിലായി കാണാൻ, നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളിലും അല്ലാത്ത സമയത്തും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം.